നമസ്കാരം. മമ്മൂട്ടിയുടെ പുതിയ വിശേഷങ്ങളുമായി ഇപ്പോൾ കുറേ നാളായിട്ട് മമ്മൂട്ടിയെ കുറിച്ച് ആരും വീഡിയോ ചെയ്യുന്നില്ല. മമ്മൂട്ടി എവിടെയാണെന്ന് അന്വേഷിക്കുന്നില്ല. മമ്മൂട്ടിയെ നമ്മുടെ പ്രേക്ഷകർ മറന്നോ? ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ജയനെ പോലും നിങ്ങൾക്കിപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് പോലും ജയനെ അറിയാം. ജയൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അവർ ഓരോ ഷോയിലൊക്കെ വരുന്നത്. അപ്പോൾ മമ്മൂട്ടി ഇത്രയും വലിയൊരു നടനാണ്. നമ്മളൊക്കെ മനസ്സിനെ ഒലച്ച ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു നടനാണ്. അദ്ദേഹത്തിന് അസുഖമായി. പക്ഷെ അദ്ദേഹം എവിടെയാണ്, എന്താണ്, ഇനി സിനിമയിലേക്ക് എന്ന് തിരിച്ചു വരും എന്നെന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അസുഖം വന്നത് എന്നെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്ന് ഞാൻ പറയട്ടെ. മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കുന്ന ആ പടത്തിൻ്റെ 60% ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനി 40% ഷൂട്ടിംഗ് ഇനിയും ബാലൻസ് കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് എന്തായാലും ഒരു 5-6 മാസം ഇനി കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. മമ്മൂട്ടി ശ്രീലങ്കയിലെ ഷെഡ്യൂളിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് മൂപ്പരും വീണ്ടും ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ ഇനിയും മൂപ്പര വാസം. മൂപ്പര് കേരളത്തിലേക്ക് വന്നിട്ടില്ല. ഇനി മമ്മൂട്ടിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ താരസംഘടനയുടെ വോട്ടെടുപ്പ് നടക്കും. അന്ന് മമ്മൂട്ടി കേരളത്തിൽ വരും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ നടീനടന്മാരും പ്രേക്ഷകരും ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വോട്ട് മൂപ്പര് അവിടെ നിന്ന് ഓൺലൈൻ വഴി ചെയ്യുകയാണോ എന്ന് നമുക്കറിയില്ല. സീക്രട്ടായിട്ട് ഓൺലൈൻ വഴി വോട്ട് ചെയ്യാനും മതി, വരാണ്ടിരിക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും മമ്മൂട്ടി ചില തീരുമാനങ്ങൾക്ക് എടുത്തിരിക്കുക വീട്ടിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പുതിയ സംവിധായകർക്ക് മൂപ്പര് ഡേറ്റ് കൊടുത്തു തുടർന്നു. കുറേ ചെറിയ ചെറിയ പടങ്ങളിൽ അഭിനയിച്ചിരുന്നു. അതെല്ലാം മൂപ്പര് നിർത്തുക. ഈ പരിപ്പട സിനിമയിൽ അഭിനയം നിർത്തുക. എന്തിനാണ്? പട്ടി 10 പേരുമ്പോൾ പുലി 1 വെറ്റാ പോലെ എന്ന് പറഞ്ഞ പോലെ മൂപ്പരിൻ്റെ കൊല്ലത്തിൽ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ അഭിനയിക്കും. അത് ഒരു എണ്ണം നമുക്ക് കാണാം എന്ന് മാത്രം മൂപ്പരൊരു തീരുമാനം എടുത്തിരിക്കുക. ഇനി വലിയ സ്ട്രെയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓടി നടന്ന് അഭിനയിക്കാനോ അല്ലെങ്കിൽ ഉറക്കം കുറച്ച് അഭിനയിക്കാനോ ഭക്ഷണം ശരിയാവാണ്ട് അഭിനയിക്കാനോ ശരീരം നോക്കാണ്ട് അഭിനയിക്കാനോ മൂപ്പര് തയ്യാറല്ല. അതിനെല്ലാ സൂചനകളും കാര്യങ്ങളെല്ലാം മൂപ്പരെ ബന്ധപ്പെടുന്ന പ്രൊഡ്യൂസർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോണത്, മമ്മൂട്ടിക്ക് എങ്ങനെ ഈ രോഗം വന്നു? മമ്മൂട്ടിയെ പോലെ ആരോഗ്യം സൂക്ഷിക്കുന്ന, ഭക്ഷണം ക്രമീകരിക്കുന്ന, ഒരു ചീത്ത സ്വഭാവങ്ങളില്ലാത്ത ഒരാൾക്ക് സീട്ടൊക്കെ വലിക്കുന്ന അതൊക്കെ നിർത്തി കഴിഞ്ഞാൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ആ ആൾക്ക് എങ്ങനെ ഈ ക്യാൻസർ വന്നു? ഇതാണ് നമ്മളൊന്ന് ചിന്തിക്കുന്ന കാര്യം. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇത് മമ്മൂട്ടി വില കൊടുത്ത് വാങ്ങിച്ചതാണ് ഈ രോഗം എന്ന് ഞാൻ പറയും. കാരണം ഭ്രമയുഗം എന്ന് പറഞ്ഞൊരു പടത്തിൽ മൂപ്പര് അഭിനയിച്ചു. ഭ്രമയുഗം ആ പടത്തിൽ മൂപ്പർക്ക് അവാർഡുണ്ട്. പക്ഷേ ഈ മാസത്തിൽ അത് ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ അവാർഡ് ദാനം മാറ്റി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ അത് ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ പ്രഖ്യാപിക്കാം. അതിൽ മമ്മൂട്ടിക്ക് നല്ല നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടിക്ക് തന്നെയാണ്. ഭ്രമയുഗം എന്ന പടത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് കിട്ടും. മമ്മൂട്ടി ആ പടത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ആ കഥയോട് ബന്ധപ്പെട്ട പലരും മമ്മൂട്ടിയോട് പറഞ്ഞു, അതേ നിങ്ങൾ ആ സിനിമയിൽ അഭിനയിക്കേണ്ട, അത് അറം പറ്റിയ സിനിമയാണ്. നിങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചാൽ നിങ്ങൾ കുറച്ച് കാലം നിങ്ങൾക്ക് ചിലപ്പോൾ സിനിമാ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരാനോ സാധ്യതയുണ്ട്. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നൊരു കഥയാണ്. ആ നടന്ന കഥകളിൽ നമ്മൾ ആ കഥാപാത്രമായിട്ട് മാറുമ്പോൾ അവരുടെ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ബാധിക്കും. അത് ഈ 30 ദിവസം 60 ദിവസം 90 ദിവസമൊക്കെ ആ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുമ്പോൾ ഇപ്പോൾ കഥാപാത്രത്തിൻ്റെ വേഷവിധാനങ്ങൾ അഴിച്ചു വെച്ച് കഴിഞ്ഞാലും ആ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവില്ല. ആ നെഗറ്റീവ് നമ്മുടെ എനർജി നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും ഒരു പാഴ്സ് നഷ്ടപ്പെടുത്തിക്കൊണ്ടേ അവരിറങ്ങി പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഈ കഥയിൽ നമ്മുടെ മമ്മൂട്ടിയുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. ആ നെഗറ്റീവ് എനർജീനെ മമ്മൂട്ടിനെ ഈ രോഗാവസ്ഥയിൽ എത്തിക്കാനും മമ്മൂട്ടിയുടെ ജീവിതത്തിൻ്റെ ആ രീതികളെല്ലാം തകടം മറിയാനും എല്ലാത്തിനും കാരണം ഭ്രമയുഗം എന്ന് പറഞ്ഞൊരൊറ്റ സിനിമയിലാണ്. ആ സിനിമ പല പ്രാവശ്യം പലരും എടുക്കാൻ തീരുമാനിച്ചാണ്. അവർക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങളെ കൊണ്ടും ഓരോരോ കാര്യങ്ങളെ കൊണ്ടും അതൊന്നും നടന്നില്ല. സംഗതി ഭ്രമയുഗത്തിൻ്റെ ആ സെറ്റ് അതൊരു ഭീകര സെറ്റാണ്. ചില സെറ്റുകൾ, ചില അമ്പലങ്ങൾ നമ്മുടെ അടുത്ത് ചില ഷൂട്ടിങ്ങിന് വേണ്ടി ചിലവർ പല സ്ഥലങ്ങളിൽ അമ്പലം ഉണ്ടാകും. ഇപ്പോൾ ഗുരുവായൂർ അമ്പലം തന്നെ എറണാകുളം സൈഡിൽ ഉണ്ടാക്കിയിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. പക്ഷേ ആ അമ്പലം അവിടെ നിലനിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ അമ്പലത്തിൻ്റെ ഒരു കുറേ കഴിയുമ്പോൾ അവിടെ ഒരു ചൈതന്യം വരും.
അതേപോലെ തന്നെയാണ് നമ്മളിങ്ങനെ ഓരോ സെറ്റ് സിനിമാക്കാരിട്ടിട്ട് അവിടെ വിളക്കും വെച്ചാരാധനയൊക്കെ നടത്തുമ്പോൾ അവിടെ നെഗറ്റീവ് എനർജി തന്നെയല്ല, ഈ കഥാപാത്രമായി മരിച്ചുള്ള ആൾക്കാരെ ആത്മാവ് ഒരിക്കലും അത് പൊറുക്കുന്നതല്ല. അവരിവിടെ വന്ന് ആ കഥാപാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ അവർ ഉപദ്രവിക്കും. ഒരിക്കലും മരിച്ചു കഴിഞ്ഞ ഒരാത്മാവും നമ്മുടെ ബന്ധുക്കളല്ല. സ്വന്തം ഭാര്യ മരിച്ചാലും സ്വന്തം അച്ഛൻ മരിച്ചാലും അവരൊക്കെ നമ്മുടെ ശത്രുക്കളായിട്ട് മാറും. പോരാത്തതിന് ആ കഥ വേറെ സിനിമയായിട്ട് എടുക്കുമ്പോഴോ അവർക്ക് വൈരാഗ്യം കൂടുകയും ചെയ്യാം. അവർ നമ്മളെന്തൊക്കെ രീതിയിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാലും നമ്മൾക്കത് നമ്മുടെ ശരീരം അതിന് വഴങ്ങില്ല. അതാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് ഉണ്ടായെന്നുള്ളത്. ഇതിൻ്റെ ഈ സിനിമയുടെ തന്നെ പിന്നിലുള്ള ആൾക്കാർ പറയുന്ന ഒരു സത്യമാണ്. അതിങ്ങനെ ഞാനും കേട്ടു. അപ്പോൾ ഞാനത് ഒന്ന് അവലോകനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകാല ചിത്രങ്ങളിലെ ചില അനുഭവങ്ങൾ ഞാൻ പറയാം. നമ്മുടെ അനന്തഭദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ, ആ സിനിമ എടുക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു സിനിമ എടുക്കരുത്. അത് ജീവിച്ചിരുന്ന ഒരു യക്ഷിയുടെ കഥയാണ്, ഒരു പെണ്ണിൻ്റെ കഥയാണ്. അത് എടുക്കരുത്. വളരെ സാധുവായ, ഒരാൾ ഉപദ്രവിക്കാത്ത ഒരു യക്ഷിയുടെ കഥയാണ്. ആ യക്ഷിയുടെ കഥ നിങ്ങൾ സിനിമ ആക്കരുതെന്ന് പലരും ഉപദേശിച്ചിട്ടും അത് സിനിമയായി. ആ സിനിമയായിട്ട് എന്തുണ്ടായി? അതിൻ്റെ ക്യാമറമാൻ മരിച്ചു, കലാഭവൻ മണി മരിച്ചു, അവനെ കൊച്ചിൻ അനീഫൻ മരിച്ചു, കാവ്യാമാധവൻ്റെ ജീവിതം ജീവിച്ചിരിക്കുന്നോ തുല്യം മരിച്ച പോലെയായി. അതും ഭയങ്കര പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറി. മനോജ് ജയൻ്റെ കുടുംബജീവിതം തകർത്തു. പൃഥ്വിരാജിനെ സിനിമയിൽ നിന്ന് വിലക്കി. എന്തെല്ലാം പ്രശ്നങ്ങൾ ആ സിനിമയോട് കൂടി ഉണ്ടായെന്നറിയാം. സംഗതി അവാർഡുകളൊക്കെ കിട്ടി നല്ല സിനിമയും ഇന്നും അതുപോലത്തെ ഒരു സിനിമ എടുക്കാനായിട്ട് സന്തോഷ് ശിവനും സംഗീത് ശിവനും പോലെയുള്ള ആൾക്കാർക്ക് ഇതിനെ കഴിയുള്ളൂ. വേറെ ആർക്കും പറ്റില്ല. അവരൊക്കെ അത്ഭുത പ്രതിഭകൾ. അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെല്ലാം കാരണം ഈ അനന്തഭദ്രം സിനിമയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പലരും എടുക്കാനായിട്ട് തുനിഞ്ഞ് ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും കഷ്ടതകളൊക്കെ വന്ന് മാറ്റിവെച്ചിട്ടുണ്ടാകുന്ന കഥയിൽ എന്നിട്ടാണ് അത് സിനിമയാക്കിയത്. അതിങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പം നമ്മൾക്ക് നമ്മുടെ മനുഷ്യരിൽ നിന്നും ചില സിനിമകളിലേക്കും അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായുള്ള രീതിയിൽ കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ജീവഹാനിയും അങ്ങനെ മാറാ രോഗങ്ങളും ഒക്കെ വന്നുപെടും. അതൊന്നും നമ്മളത് അത്ര കാര്യമാക്കില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്ത് പ്രേതം, എന്ത് ആത്മാവ്, എന്ത് നെഗറ്റീവ് എനർജി, ഇതൊക്കെ മണ്ടത്തരാന്ന് പറയും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നരബലി വരെ നടന്ന നാടാണ് നമ്മുടെ. അതുപോലെ തന്നെ പലരും ഇങ്ങനെയുള്ള മന്ത്രവാദത്തിൻ്റെ പറയുകയും അതുപോലെ തന്നെ പലതും ചെയ്താൽ പലതും ചെല്ലാം, അല്ലെങ്കിൽ അന്യഗ്രഹത്തിലേക്ക് നമ്മൾ മരിച്ചാൽ വേറെ ഗ്രഹത്തിൽ ചെല്ലും, നമുക്കൊരു പുനർജന്മമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമുള്ള നാടാണ് നമ്മുടെ. അപ്പോൾ അതൊക്കെ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു സിനിമ എടുത്തിട്ട് മമ്മൂട്ടിക്ക് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 90% ആൾക്കാരത് വിശ്വസിക്കില്ല. 10% ആൾക്കാർ ഇപ്പോൾ വിശ്വസിച്ചെന്ന് വരും. പക്ഷേ ഇതിൻ്റെ പിറകിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ അത്രയും നല്ല സമയമായതുകൊണ്ട് മമ്മൂട്ടിക്ക് അത് കണ്ണിയെ കൊള്ളണത് പുരികത്തെ കൊണ്ട് പോയി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മെഗാസ്റ്റാർ നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരും, മലയാളികളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ഓണത്തിന് മമ്മൂട്ടിയുടെ ഒരു പഴയൊരു മൂപ്പര് ഷൂട്ട് ചെയ്ത് വെച്ച എല്ലാ വർക്കും കഴിഞ്ഞ് വെച്ചൊരു പടം വരുന്നുണ്ട്. അത് നല്ലൊരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി കാത്തിരിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.